കനത്ത ചൂട് വെല്ലുവിളിയാകുമ്പോഴും മനസ്സ് നിറഞ്ഞ് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ എത്തുന്നവർക്ക് ശീതളപാനീയം അതായത് സംഭാരം നൽകി ഭക്തരെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയാണ് പാളയം സെന്റ് ജോസഫ് ഇടവക. നമുക്കിവിടെ കാണാൻ കഴിയും പള്ളിയുടെ നേതൃത്വത്തിൽ ഒരു ഇടവക തന്നെ ഈ പൊങ്കാല അർപ്പിക്കാൻ എത്തുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സംഭാരമൊക്കെ ഒരുക്കിയിരിക്കുകയാണ്. നിരവധി ഭക്തരാണ് ഇപ്പോൾ പാളയം സെന്റ് ജോസഫ് പള്ളിയിലെത്തി ദാഹജലം ശീതളപാനീയം വാങ്ങിക്കൊണ്ട് പോകുന്നത്. നമുക്കിവിടെ വരുമ്പോൾ കാണാൻ കഴിയും. നമുക്ക് ഈ പള്ളിയുടെ ഇടവക വികാരി വരെ ഈ ഒരു പ്രവൃത്തിയിൽ മുഴുകിയിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കാൻ എത്തുന്ന ഭക്തർക്ക് ആ ഒരു വിശ്വാസത്തോടെ തന്നെ അവരുടെ വിശ്വാസത്തെ കാത്ത് പരിപാലിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ആരാധന സമയം മാറ്റിയായിരുന്നു ആദ്യം തന്നെ പാളയം ഇടവക മാതൃകയായത്. എന്നാൽ ഇപ്പോഴിതാ നമുക്ക് കാണാൻ കഴിയുന്നത് കനത്ത ചൂടിൽ പോലും പൊങ്കാല അർപ്പിക്കാൻ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഇപ്പോൾ ദാഹജലം അല്ലെങ്കിൽ സംഭാരം, ഒരു ശീതളപാനീയം നൽകി അവരെ ഈ ഒരു ചൂടിൽ നിന്നും തണുപ്പിക്കുന്ന ഒരു മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്കിപ്പോൾ പാളയം പള്ളിയിൽ നിന്നും കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. കൈയും നീട്ടിയാണ് ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാല ഇടാൻ എത്തുന്ന ഭക്തരെ സ്വീകരിക്കുന്നത്. നമുക്കൊരു വേറിട്ട കാഴ്ച തന്നെ, വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച തന്നെയാണ്. അതായത് മതമൈത്രി അല്ലെങ്കിൽ മതസാഹോദര്യം എന്താണ് എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിലൊരു കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. പള്ളി ഇടവക വികാരിക്കൊപ്പം തന്നെ പ്രധാനപ്പെട്ട അംഗങ്ങളെല്ലാം തന്നെ ഈ ഒരു ഉദ്യമത്തിൽ പങ്കാളികളാകുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, പൊങ്കാലയ്ക്കെത്തുന്ന ഭക്തരെ സ്വീകരിക്കാനായി ഇന്ന് ആരാധന സമയം പോലും ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നെല്ലാം വ്യക്തമാക്കാൻ കഴിയുന്നത്. ഒരു തലസ്ഥാനത്തെ ക്രൈസ്തവ പള്ളികളെല്ലാം തന്നെ, ക്രൈസ്തവ വിശ്വാസികളെല്ലാം തന്നെ ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് എത്തുന്ന ഭക്തരെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു വളരെ അപൂർവമായിട്ടും വളരെ അത്ഭുതമായിട്ടും വളരെ വിചിത്രമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മുമ്പിലായി നിൽക്കുന്ന ഭക്തർക്ക് ടോയ്ലറ്റ് സൗകര്യവും ഈ പള്ളിവക ഒരുക്കുന്നുണ്ട്. കൂടാതെ അവർക്ക് വിശ്രമിക്കാനുള്ള ഒരു സജ്ജീകരണം കൂടി പാളയം പള്ളിയുടെ ഭാഗത്ത് നിന്ന് ഒരുക്കിയിരിക്കുന്നു എന്നുള്ള ഒരു മനോഹരമായ അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച തന്നെയാണ്. മതമൈത്രി എന്നും മതസാഹോദര്യമെന്നും വിളിച്ചോതുമ്പോൾ ക്രൈസ്തവ വിശ്വാസികൾ എത്രത്തോളം ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പങ്കാളികളാകുന്നു എന്നത് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നുമൊക്കെ കാണാൻ കഴിയുന്നത്. എല്ലാം കൊടുത്ത ശരിയാക്കാം. പറഞ്ഞ പെട്ടെന്ന് എടുക്കണ്ട ചെറുത് കച്ചവടത്തിന്
മൂന്നായിരം